Hello guys, welcome back to my YouTube channel. ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പള്ളി പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഇന്നുള്ളത് ഉളിക്കൽ നെല്ലിക്കമ്പോയിൽ പള്ളിയിലാണ്. ഇവിടെ പെരുന്നാൾ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അപ്പോൾ ഇന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ പള്ളിയൊക്കെ കാണാൻ. അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. ഇതിപ്പോൾ പ്രദക്ഷിണത്തിന് പോയിട്ടാണുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ കുറവ്. എന്നാലും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പ്രദക്ഷിണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് പോയി കഴുന്നൊക്കെ എടുത്തു. പള്ളിയുടെ അക്കമൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പള്ളിയാണിത്. ഞങ്ങൾ കഴുന്നൊക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പ്രദക്ഷിണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രദക്ഷിണമൊക്കെ വന്നു. പിന്നെ ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കുറേ സമയം നമ്മൾ കുറേ നേരം കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ടൊക്കെ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ ബാൻഡൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ കൂടുതലും പഴയ പാട്ടുകളായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നാസിക് ഡോൾ ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഉണ്ടായിരുന്നു പിള്ളേരുടെ. അതും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം നമ്മളത് തന്നെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഒരുപാട് ഇത് പ്രദക്ഷിണത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് എൻജോയ് ചെയ്യാനൊക്കെ. അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് വീഡിയോ എടുത്തു. ആദ്യം ഒരു ടീമായിരുന്നു ചെയ്തത്, അതിന് ശേഷമാണ് അടുത്ത ടീം. അപ്പം നമ്മൾ ഒന്നാമത്തെ ടീമിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അത് ആസ്വദിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഇതുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ബാൻഡും അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലം വരുന്നവരല്ലായിരുന്നു ഇക്കൊല്ലം, വ്യത്യാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്കറിയാവുന്ന ഒരു ടീമായിരുന്നു, ഇക്കൊല്ലം അവരല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അതൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പള്ളിയാണ്, എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വൈബ് എന്ന് വെച്ചാൽ വേറെ ലെവൽ വൈബായിരുന്നു ഗൈസ്. ഇത് പ്രദക്ഷിണം പള്ളി വന്നതിന് ശേഷമുള്ള സീനാണ് കേട്ടോ. ഇതാണ് 3ാമത്തെ നാസിക് ഡോൾ ടീം. ഇവരും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളതും കുറച്ച് നേരം കണ്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ അതുപോലെ തന്നെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ഒരുപാട് രൂപങ്ങളൊക്കെ വഹിച്ചുകൊണ്ടുള്ള വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അത്. പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കടയിൽ പോയി. ഒരുപാട് കടകളൊന്നും ഇല്ലായിരുന്നു. ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ബട്ടർഫ്ലൈ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വിലക്കുറവുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചുള്ളൂ. സാധനങ്ങളൊന്നും ഒരുപാടൊന്നും വാങ്ങിച്ചില്ല. ഇപ്പം എല്ലാം നമ്മുടെ ടൗണിലൊക്കെ അവൈലബിൾ അല്ലേ. ഈ പാവേനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതൊരെണ്ണം മേടിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ബലൂണുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളകൾ ഇങ്ങനത്തെ ഒന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുത്തില്ല. ഇതെല്ലാം പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പെരുന്നാളിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടൊക്കെ വാങ്ങുമായിരുന്നു. അപ്പം ഇതൊക്കെ കുറേ കണ്ട് കാണാനൊക്കെ രസമല്ലേ. അപ്പോൾ ഒരുപാട് ടൈപ്പ് വളകളും ബാക്കി ഫാൻസി ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ കുറേ വന്ന് വാങ്ങിക്കുന്നതൊക്കെ കണ്ടു. ഞാനിങ്ങനെ ചുമ്മാ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. ഇത് കണ്ടു, നല്ല മാലകളൊക്കെ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്ന് വെച്ചാൽ പക്ഷെ വാങ്ങിച്ചില്ല. എനിക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഐസ്ക്രീം. ഇതില്ലാണ്ട് ഇന്ന് പെരുന്നാളല്ലേ. ഞങ്ങൾ പിള്ളേരും എല്ലാവരും കൂടി പോയിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു ഐസ്ക്രീം. എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഇതൊരു പൊട്ടാറ്റോ ഫ്രൈ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഹൽവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ പോയി. ഈ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പെരുന്നാൾ സ്ഥലത്ത്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ പ്രദക്ഷിണത്തിന് ശേഷം അടുത്തതായിട്ടുള്ള നാടകമാണ്. അപ്പം നാടകം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തുടങ്ങി. തിരുവനന്തപുരത്തു നിന്നുള്ളൊരു ടീമിൻ്റെ നാടകമായിരുന്നു. അടിപൊളി നാടകമായിരുന്നു, സുകുമാരി എന്ന് പറഞ്ഞിട്ട്. അപ്പം പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്നാണ് നാടകം കണ്ടത്. കാർ അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റേജിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്കായിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നാണ് നാടകം കണ്ടത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നാസിക് ഡോൾ ഉണ്ടായിരുന്നു. അപ്പം നാടകം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നാസിക് ഡോൾ നിർത്തി കേട്ടോ. പിന്നെ നാടകമായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. ഞാൻ ഒരുപാടൊന്നും സാധനങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ കഴിക്കാൻ ഒരുപാട് ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ നമ്മൾ പൊട്ടറ്റോ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മളിതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അതൊക്കെ കഴിച്ചു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.